അഡ്വക്കേറ്റ് PM നിയാസ്, എന്തായാലും UDF-ലേക്ക് തന്നെയാണോ അൻവറിന്റെ വരവ്? നോക്കൂ, ഇവിടെ അൻവർ UDF-ൽ വരുന്നു അല്ലെങ്കിൽ അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നുള്ളതല്ലല്ലോ, കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതല്ലല്ലോ. ഇവിടെ അടിസ്ഥാനപരമായ ഇന്നലെ ഉണ്ടായ വിഷയം, ഇവിടെ കഴിഞ്ഞ 9 ദിവസത്തിനിടയിൽ 6 പേരാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇന്നലത്തെ സംഭവം അതിദാരുണമാണ്. അതൊരു മണി എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരൻ അവരുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ സ്വയം ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെ അദ്ദേഹം ധീരതയോടുകൂടി മുന്നോട്ട് പോയി ബാക്കിയുള്ളവരെ രക്ഷിച്ച് മുന്നോട്ട് പോയി എങ്കിൽ പോലും അദ്ദേഹത്തെ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാമാന്യ കേരളത്തിലെ ഗവൺമെന്റോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ചെയ്തില്ല എന്നുള്ള അവിടെ ആവശ്യം. അത് അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച, അതും LDF-ന്റെ ഭാഗമായി നിന്ന് ജയിപ്പിച്ച ഒരു MLA-ക്ക് മുമ്പിൽ ആ ചോദ്യം എത്തുമ്പോൾ സ്വാഭാവികമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അത് ചോദ്യം ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ള ജനങ്ങളും തയ്യാറായി എന്നതിൽ എന്തിനാണ് സർക്കാർ ഇത്ര പ്രയാസപ്പെടുന്നത്? ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ എത്ര സമരങ്ങൾ CPM ചെയ്തതാണ്. ഈ പിണറായി വിജയനും നേരത്തെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സമരം ചെയ്തതല്ലേ? അവിടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് ബോംബുണ്ടാക്കുമെന്ന് പരസ്യപ്രചരണം നടത്തിയവരല്ലേ? എന്തെല്ലാം തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് അവരുടെ സമരങ്ങൾ മുന്നോട്ട് പോയത്. ആ സമരങ്ങൾ പലതും രാഷ്ട്രീയ പ്രേരിതമായിരുന്നില്ലേ? രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങൾ നടത്തിയിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു മടിയുമില്ലാതെ ഞങ്ങൾ ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ബാധ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഭരണകൂടമല്ലേ ഇന്ന് ഭരിക്കുന്നത്? അങ്ങനെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു സമരം ഞാനും ആദ്യത്തിൽ വിചാരിച്ചു ആകെ അദ്ദേഹം ആ ഓഫീസ് ആകെ അടിച്ചു പൊളിച്ച് കത്തിച്ചു എന്നൊക്കെയാണ് ഞാൻ ധരിച്ചു പോയത്. പക്ഷെ ആ ഓഫീസിൽ അവിടെ ആളുകൾ ജനങ്ങൾക്ക് ദുരിതത്തിന് പരിഹാരം എത്തേണ്ട നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്താത്തതുകൊണ്ട് ആ ഓഫീസിൽ വന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഓഫീസ് ബലം പ്രയോഗിച്ച് തുറന്നു എന്നതിന്റെ പേരിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കസേലയോ മേശയോ ഒന്ന് താഴെ മറിഞ്ഞു വീണു എന്നതിന്റെ പേരിൽ ഇത്രയും വലിയ കോലാഹലം കാണിക്കേണ്ടതുണ്ടോ? അദ്ദേഹം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമസഭാംഗമാണ്. നിയമസഭാംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള പരിരക്ഷ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം ഹാജരാകുമായിരുന്നല്ലോ. നോട്ടീസ് കൊടുത്തില്ല എങ്കിൽ കോടതിയുടെ വാറന്റോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു കുറ്റവാളിയെ, ഒരു പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി എന്നത് അത് ഭരണകൂട ഭീകരതയല്ലാതെ മറ്റെന്താണ്? അങ്ങനെ ഭീകരത ഉണ്ടാക്കി സർക്കാരിനെതിരെ പറയുന്ന ആളുകളെയൊക്കെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വിപ്ലവത്തിലൂടെ കടന്നു വന്നവരാണ്, വിപ്ലവം കൊണ്ടു നടന്നവരാണ്. ശ്രീ PM നിയാസ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് ഇത് ഭരണകൂട ഭീകരത എന്ന് തന്നെയാണ്. നമുക്കറിയാം, PV അൻവർ ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് കൈവരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ ADGP MR അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇത്രയധികം ഒരു അനുകൂല നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് PV അൻവറിന് നേർക്ക് ഉണ്ടായിരുന്നില്ല. അത് PV അൻവറിന്റെ മാത്രം ആരോപണങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു നിലപാട് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ PV അൻവറിനെ പരസ്യമായി തന്നെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ഒന്നാം ഘട്ട ചർച്ചകൾ നടത്തി എന്ന് പ്രതിപക്ഷ ഉപനേതാവായ PK കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്യുമ്പോഴുള്ള ഈ അവസാന മണിക്കൂറുകളിലെ ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പാണ് ചോദിക്കുന്നത്. കൂടുതൽ സ്വീകാര്യനാകുകയാണോ കോൺഗ്രസിന് PV അൻവർ എന്നുള്ളത്? ഞാൻ വീണ്ടും പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിഷയാധിഷ്ഠിതമാണ്. അദ്ദേഹം ഇന്നലെ ഉയർത്തിയിരിക്കുന്ന വിഷയത്തിൽ അത് ഒരു സാധാരണ പ്രതിപക്ഷം ആവണമെന്നില്ല, സാധാരണ ഒരു മനുഷ്യത്വമുള്ള ആർക്കും ആ ഒരു സമര രീതിയെ എങ്ങനെ എതിർക്കാൻ കഴിയും? എങ്ങനെ അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയ ഉയർത്തിയിരിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ 100% നമുക്ക് അംഗീകരിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റുക?
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് പറയുന്നത്, ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സുകാരനായി അദ്ദേഹം മാറാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് താങ്കൾ ഉന്നയിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എങ്കിൽ പോലും, അദ്ദേഹം BJP-കാരനാണോ എങ്കിൽ പോലും, ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു പിന്തുണ കൊടുക്കുവാൻ UDF-ഉം കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമല്ലേ? അങ്ങനെയല്ലേ ആവേണ്ടത്? ഞാനൊരു കാര്യം തുറന്നു പറയാൻ തന്നെയാണോ അത് മാത്രമാണോ ഉദ്ദേശശുദ്ധി? കാരണം 1.5 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. PV അൻവറിന് ഇത്തരം വിഷയങ്ങളിൽ ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ UDF-നെ സംബന്ധിച്ചില്ല, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം 6 മാസം കഴിഞ്ഞ്, ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞ് ഭരണത്തെക്കുറിച്ച് ആണോ ഞങ്ങളുടെ ചിന്ത? അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 ദിവസത്തിനുള്ളിൽ 6 പാവപ്പെട്ടവർ, അതും ആദിവാസികളായ സാധാരണക്കാരായ 6 പേര് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എന്താ സർക്കാരിന് എന്താ മിണ്ടാട്ടമില്ലാത്തത്? മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അത് എന്നും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ മനുഷ്യത്വപരമായ ഒരു സമീപനം എന്തുകൊണ്ട് സർക്കാർ എടുക്കുന്നില്ല? ഇവിടെ സർക്കാർ ഇന്നലത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ഫണ്ട് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യമായ വാഹനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യമായ മാൻ പവർ സപ്ലൈ ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല. അതല്ലേ അവിടെ അത്രയും ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്? അത് മൂടി വെക്കുവാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് മൂടി വെക്കുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം. ഇത് അവസാനത്തെ വിഷയമല്ല, ഇത് ആദ്യത്തെ വിഷയവുമല്ല, ഇത് തുടർന്ന് ഒരു മരീചിക തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ PV അൻവറിന് അനുകൂല നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് അവസാനം പറഞ്ഞു നിർത്തുന്നത് പിണറായി വിജയനെതിരെ ആര് ശബ്ദിച്ചാലും അവരുടെ ഗതി ഇതാകും എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തിപരമായ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ.